നമുക്കിപ്പോൾ പന്തളത്തേക്ക് പോകാം. മകരസംക്രമ നാളിൽ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് പന്തളത്ത് നിന്ന് പുറപ്പെടുകയാണ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെടുക. പന്തളം കൊട്ടാരം രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മ തമ്പുരാൻ ഘോഷയാത്രയെ അനുഗമിക്കും. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് എം മനോജ് ചേരുകയാണ്. മനോജ്, സ്വാമി ശരണം. സന്നിധാനത്തെന്ന പോലെ ഇപ്പോൾ എല്ലാ കണ്ണുകളും എല്ലാ കാതുകളും പന്തളത്തേക്കും കൂടിയാണ്. പിതാവിൻ്റെ അടുത്ത് നിന്ന്, വസതിയിൽ നിന്ന്, കൊട്ടാരത്തിൽ നിന്ന് ആ തിരുവാഭരണങ്ങൾ മണികണ്ഠ ആയി അവതരിക്കാനുള്ള തിരുവാഭരണങ്ങൾ കൊടുത്തയക്കാൻ ഒരുങ്ങുകയാണ്. എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? എന്താണ് അവിടുത്തെ കാഴ്ചകൾ? മനോജ്. പ്രദീപിള്ള, സ്വാമി ശരണം. രാവിലെ തന്നെ വലിയ ഭക്തജന തിരക്കാണ് പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. പുലർച്ചെ മുതൽ ഇവിടെ ഭക്തർ എത്തിച്ചേരുന്നുണ്ട്. പുലർച്ചെയാണ് പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും അവിടെ ഉള്ള സുരക്ഷിത മുറിയിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഭക്തർക്ക് ദർശനത്തിനായി ഇവിടെ ക്ഷേത്രത്തിന് മുന്നിൽ തിരുവാഭരണങ്ങൾ തുറന്നു തന്നെ വെച്ചിട്ടുണ്ട്. അത് ദർശിക്കാനായാണ് നിരവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. 12 മണിവരെയാണ് ദർശനം ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം മറ്റ് ചടങ്ങുകളോടെ 1 മണിക്ക് ഇവിടെ നിന്നും പേടകങ്ങളിലാക്കിയ ശേഷം തിരുവാഭരണം ശബരിമലയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഓരോ ദിവസവും യാത്ര ചെയ്ത് കാൽനടയായി അങ്ങനെ തിരുവാഭരണം ശബരിമലയിലേക്ക് എത്തും. ശബരീശ വിഗ്രഹത്തിൽ ചാർത്താനുള്ള ആ തിരുവാഭരണം ദർശിക്കുവാൻ ഭക്തിയോടെ തന്നെ ഓരോരുത്തരും അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. എന്തായാലും മറ്റ് ചടങ്ങുകളൊക്കെ ഉണ്ട്. രാവിലെ തന്നെ അതിൻ്റെ മറ്റ് ഒരുക്കങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭക്തജനങ്ങളെയാണ്, ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവരെയാണ്. 28 പേരടങ്ങുന്ന സംഘമാണ് ഈ പേടകങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്നത്. അതിനെ നയിച്ചു കൊണ്ടുപോകുന്നത് രാജപ്രതിനിധിയായിട്ടുള്ള തൃക്കേട്ടനാൾ രാജരാജവർമ്മയാണ്. അതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസവും നമ്മളോട് അദ്ദേഹം സംസാരിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഈ പന്തളം കൊട്ടാരം നിർവാഹക സമിതി സെക്രട്ടറി ആയിട്ടുള്ള MR സുരേഷ് വർമ്മയാണ്. അദ്ദേഹം രാവിലെ തന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു. എന്തായാലും ഏതുവരെയായി ഒരുക്കങ്ങൾ, ഇനി എന്തൊക്കെയാണ് ചടങ്ങുകൾ? സ്വാമി ശരണം. ഇന്ന് മകരവിളക്കിന് ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങൾ ഇന്ന് ഇവിടെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ശബരിമലയ്ക്ക് തിരിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ആയിക്കഴിഞ്ഞു. ഭക്തജനങ്ങൾ വളരെയധികം ഇവിടെ ദർശനത്തിനായി വന്നു നിൽക്കുകയാണ്. രാവിലെ മുതൽ തന്നെ വൻപിച്ച ക്യൂ ആണ് ഇവിടെ കാണുന്നത്. ഭക്തജനങ്ങൾ ഇന്ന് വളരെയധികം, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തെ ഇവിടെ വളരെയധികം ഭക്തജനങ്ങൾ വന്നു ചേരും. എങ്കിൽ പോലും അവരെ എല്ലാം ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമേ ഭക്തജനങ്ങൾക്ക് ഇവിടെ ദർശനം ഉണ്ടായിരിക്കുകയുള്ളൂ. അതിനുശേഷം തിരുവാഭരണ പേടകങ്ങൾ, ക്ഷേത്രം അടച്ചതിന് ശേഷം തിരുവാഭരണ പേടകങ്ങളെല്ലാം ഒരുക്കി മേശാന്തി അതിന് നീരാഞ്ജനം ഒഴിഞ്ഞതിന് ശേഷം തിരുവാഭരണ പേടകങ്ങൾ 1 മണിയോടുകൂടി ശബരിമലയ്ക്ക് പുറപ്പെടും. അതിനിടയിൽ ഇന്ന് രാജപ്രതിനിധി, തിരുവാഭരണം നയിക്കുന്ന രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മ ഇവിടെ 11:30 എത്തും. അദ്ദേഹത്തിന് ഉടവാള് നൽകുവാൻ ഇപ്പോഴത്തെ ഏറ്റവും സീനിയറായ, 2ാമത്തെ സീനിയറായ രവിവർമ്മരാജ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഉടവാള് വാങ്ങിക്കൊണ്ട് തിരുവാഭരണ യാത്രയെ 1 മണിയോടുകൂടി അദ്ദേഹം തൃക്കേട്ടനാൾ രാജരാജവർമ്മ നയിച്ച് ശബരിമലയ്ക്ക് പോകും. സ്വാമി. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ രാജപ്രതിനിധിക്ക് ഉടവാൾ കൈമാറി മറ്റ് ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഇവിടെ നിന്നും പുറപ്പെടും. 11 സ്ഥലങ്ങളിലാണ് തിരുവാഭരണം തുറന്നു വയ്ക്കുക. അതായത് പോകുന്ന വഴികളിലുള്ള ക്ഷേത്രങ്ങളിൽ 11 സ്ഥലങ്ങളിൽ തിരുവാഭരണം തുറന്ന് അവിടെ ദർശനത്തിന് ഒരുക്കും. അതുപോലെ തന്നെയാണ് 50ഓളം ഇടങ്ങളിൽ തിരുവാഭരണം ഇറക്കി വെക്കുന്നുണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 28 പേരടങ്ങുന്ന സംഘം, അവരാണ് ഈ ഒരു തിരുവാഭരണം കൊണ്ടുപോകുന്നത്. അതിൽ ഗുരുസ്വാമിയുണ്ട്. അദ്ദേഹമാണ് ഇവിടെ നിന്നും ഈ തിരുവാഭരണം ഏറ്റുവാങ്ങുക. എന്തായാലും രാവിലെ വലിയൊരു ഭക്തജന തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. പുലർച്ചെ തന്നെ ആഭരണങ്ങൾ ഈ കർപ്പൂരാഴിയുടെ അകമ്പടിയോടെയാണ് തിരുവാഭരണ പേടക വാഹക സംഘം ഈ വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു ദർശനം, അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഓരോരുത്തരും അങ്ങനെ വന്ന് ശബരീശൻ്റെ തിരുവാഭരണം, അതായത്
ഈ ശബരീശ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തുന്നതോടെയാണ് 14-ാം തീയതി വൈകിട്ട് ആ ദീപാരാധനയോടെ മകരജ്യോതി തെളിയുന്ന അത്രയും ആ ഒരു നിമിഷത്തിലേക്ക് വേണ്ടി നിരവധി ഭക്തജനങ്ങളാണ് അങ്ങനെ കാത്തിരിക്കുന്നത്. മകരവിളക്കിന് വേണ്ടി ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളൊക്കെ അങ്ങനെ കാത്തിരിക്കുകയാണ്. തിരുവാഭരണം ശബരിമലയിലേക്ക് എത്തേണ്ടതുണ്ട്. ഇതിൽ തന്നെ ആദ്യ ദിവസം, അതായത് ഈ പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ മണികണ്ഠൻ ആൽത്തറയിലാണ് ആദ്യം എത്തുന്നത്. അതിനുശേഷം കുളനട, ഉള്ളന്നൂർ, കുറിയാനപ്പള്ളി, കിടങ്ങന്നൂർ, ആറന്മുള വഴി അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലെത്തുന്ന സംഘം ആദ്യ ദിവസം അവിടെയാണ് വിശ്രമിക്കുക. രണ്ടാം ദിവസം പെരിനാട് വഴി ലാഹ വനംവകുപ്പിന്റെ അവിടെയുള്ള സത്രത്തിലേക്ക് ഈ സംഘം എത്തും. അവിടെയും രണ്ടാം ദിവസം വിശ്രമിക്കും. മൂന്നാം ദിവസമാണ് ഈ കാനനപാതയിലൂടെ ഘോഷയാത്ര കടന്നു പോകുന്നത്. പ്ലാപ്പള്ളിയിൽ നിന്നും അട്ടത്തോട് വഴി വലിയാനവട്ടവും ചെറിയാനവട്ടവും ഒക്കെ കടന്ന് വൈകുന്നേരത്തോടെയാണ് സംഘം ശബരിമലയിലെത്തുക. തിരുവാഭരണങ്ങൾ ശബരീശ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തും. പിന്നാലെ തന്നെ പൊന്നമ്പലമേട്ടിൽ ആ സമയത്ത് തന്നെ മകരജ്യോതി തെളിയുമെന്നാണ്. എന്തായാലും ഘോഷയാത്രയ്ക്കൊപ്പം യാത്ര തിരിക്കുന്ന ഈ രാജപ്രതിനിധിയുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇത് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ തിരുവാഭരണ പാതയിൽ വിവിധ ക്ഷേത്രങ്ങളും സംഘടനകളും കുടുംബങ്ങളും നാട്ടുകാരും ഒക്കെ തന്നെ സ്വീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. ഈ ഘോഷയാത്ര കടന്നു പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും സ്വീകരണത്തിലുള്ള ഇതിൽ ഏറ്റവും ശ്രദ്ധേയം അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാവുന്നത് അവസാന ഘട്ടമാണല്ലേ യാത്രയുടെ, അതായത് കാനനപാതയിലൂടെ മാത്രമുള്ള ഒരു യാത്ര. ഏതാനും ഒരുപക്ഷെ ഈ സംഘവും അതിനൊപ്പമുള്ള പോലീസും ഏതാനും ഭക്തജനങ്ങളും മാത്രം അനുഭവിച്ചറിയുന്ന ആ ഒരു അനുഭൂതി അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് മൂന്നാം ദിവസം ഈ ഒരു കാനനപാതയിലൂടെയുള്ള യാത്ര. അത് തന്നെയാണ് പ്രധാനം. ആ ഒരു നിമിഷം, അതായത് ആ കാനനപാതയിലൂടെ താണ്ടി പൊന്നമ്പല, ആ ഒരു പൊന്നമ്പലത്തിന് മുമ്പിൽ. അതെ, മനോജിലേക്ക് തിരികെ എത്താൻ. കാര്യം നമുക്കിപ്പോൾ സന്നിധാനത്തേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. മനോജ് പറഞ്ഞു വന്നത് കാനനപാതയിലെ വിശേഷങ്ങളാണ്. ഇത് ലാഹ സത്രത്തിൽ മൂന്നാം ദിവസം തങ്ങുന്ന സംഘമാണ്. അവിടെ നിന്ന് പമ്പാ നദിയുടെ കരയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇത് പിന്നെ നമ്മുടെ മനോജ് പറയാൻ ശ്രമിച്ചത് ഇതിൻ്റെ ഒരു റൂട്ടാണ്. അതായത് അട്ടത്തോടുന്ന് പൂർണ്ണമായും വനത്തിലേക്ക് കടക്കുകയാണ്. പമ്പാ നദിയുടെ കരയുടെ ഒരു യാത്ര ചെയ്ത് വയറ്റുകണ്ണി പാറയിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി പമ്പാ നദി മുറിച്ച് കിടന്നു. ഒരുപക്ഷെ ഇതൊക്കെ ഒരു സാധാരണ സ്വാമിക്ക്, ഒരു സാധാരണ ഭക്തന് ലഭിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും കാണാൻ പോലും കഴിയാത്ത വഴിയിൽ കൂടിയാണ്. മനോജ് പറഞ്ഞ പോലെ ചെറിയാനവട്ടത്തു നിന്ന് നീലിമലയിലേക്കും 14-ന് വൈകിട്ട് എല്ലാ കണ്ണുകളും സന്നിധാനത്ത് അങ്ങനെ നിൽക്കുമ്പോൾ 5 മണിയോടെ മരക്കൂട്ടത്തും 6 മണിയോടെ ശരംകുത്തിയിൽ എത്തുന്ന തിരുവാഭരണ പെട്ടികളാണ് 6:30 എത്തുന്നതും. അതിൻ്റെ ഒരു പരിസമാപ്തി അല്ലെങ്കിൽ ഉച്ചസ്ഥായി എന്ന് പറയുന്ന രീതിയിൽ കൃഷ്ണപരന്തിനെ സാക്ഷി നിർത്തി 18-ാം പടി കയറി സ്വാമിക്ക് തിരുവാഭരണം ചാർത്തുന്നത്.